Hello guys, ttalks പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ടയർ എങ്ങനെ പോളിഷ് ചെയ്യാം അല്ലെങ്കിൽ ടയർ എങ്ങനെ കുറച്ചും കൂടി ബ്ലാക്കിഷ് കളറിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിനൊരു സാധനം കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളും വിലകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം നേരെ വീഡിയോയിലേക്ക്. ആണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ള സാധനം മീൻസ് നമ്മളെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല സാധനം. ഇത് വിസ്റ്റൻ്റെ ടയർ ഫോം എന്ന് പറയുന്ന സാധനമാണ്. ക്ലീൻ ഷൈൻസ് ആൻഡ് പ്രൊട്ടക്റ്റ് എന്നാണ് പറയുന്നത്. 125 ml ആണ് ഈ സാധനം വരുന്നത്. ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 130 രൂപയാണ് ഇതിൻ്റെ MRP കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയ സൈസാണ്, ആകെ ഇത്രയേ ഉള്ളൂ. ചെറിയ സാധനമാണ്, നമ്മളെ കയ്യിൽ നിന്ന് അത്രയൊക്കെ വരുന്ന ചെറിയൊരു കുപ്പിയാണ്. ഇത് എത്ര പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. നമുക്ക് അടിച്ചു നോക്കാം. 4 ടയർ അടിച്ച് ഫോം ചെയ്ത് വൃത്തിയാക്കി കഴിഞ്ഞാൽ എത്ര ബാക്കി ഉണ്ടാവും എന്ന് നോക്കാം. പിന്നെ നമുക്കിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സ്പോഞ്ചും കൂടി ആവശ്യമുണ്ട്. നമുക്ക് 10 രൂപയ്ക്കൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു സ്പോഞ്ചും കൂടി ഉപയോഗിച്ചാൽ മതി. നമുക്ക് ഇനി നമ്മളെ ടയറിൻ്റെ കാര്യത്തിലേക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ ടയറിൻ്റെ അവസ്ഥ. കുറച്ച് ചളിയുണ്ട്, അത് ഇപ്പോൾ കുറച്ച് വൃത്തിയാക്കി കളയും. പൊടിൻ്റെ മുകളിലല്ല ഇത് ചെയ്യേണ്ടി. ഇതൊന്ന് വണ്ടി വൃത്തിയാക്കി കുളിപ്പിച്ചതിന് ശേഷം മാത്രം ചെയ്യാം. അത് ആ ടയറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ സ്വിഫ്റ്റിൻ്റെ ടയറും ഒന്ന് വൃത്തിയാക്കും. ഇതിപ്പോൾ അത്യാവശ്യം പുതിയ ടയറാണ്, എന്നാലും നോക്കി നോക്കാം. ഇന്നലെ ഇട്ട ടയറാണിത്. ഇതിൻ്റെ നമുക്ക് അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ പുറത്തുള്ള മണ്ണൊക്കെ ഒന്ന് തട്ടിക്കളയാം. കാരണം മണ്ണിന് ആവശ്യമില്ല. മണ്ണൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ചെയ്താൽ മതി. വണ്ടി കഴുകിയതിന് ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ എന്തായാലും കഴുകാനൊന്നും പോകുന്നില്ല. കഴുകുന്ന പരിപാടി നമുക്ക് പണ്ടേ ഉണ്ട്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളൂ എന്ന് മാത്രം. അപ്പോൾ ആദ്യം നമുക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡ് വേണ്ട, ഇപ്പുറത്തെ സൈഡ് ഉപയോഗിക്കാം. നമുക്കിതൊന്ന് പൊളിക്കാം. ഇതിലെന്താ ഉള്ള പൊളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. പതയാണോ ക്രീമാണോ എന്താണോ നോക്കാം നമുക്ക്. ഈ സാധനം നല്ല വിസ്റ്റൺ ഫോം കെയർ. ഇതിൻ്റെ ഡയറക്ഷൻ ഫോർ യൂസ്: വാഷ് ദ ടയർ ആൻഡ് എൻഷ്യൂർ ഇറ്റ് ക്ലീൻ. സ്പ്രേ വിസ്റ്റ ടയർ ഫോം ഇവഞ്ച്വലി. അലൗ ടു ഡ്രൈ ഫോർ 5 to 10 minutes. വൈപ്പ് വിത്ത് എ ക്ലീൻ ക്ലോത്ത് ഇഫ് റിക്വയർഡ്. കോഷൻ എന്ന് പറഞ്ഞാൽ ഷെയ്ക്ക് വെൽ ബിഫോർ യൂസ്. നമുക്ക് ഷെയ്ക്ക് ചെയ്തേക്കാം. മൊത്തം പറഞ്ഞു വന്നല്ലോ വരച്ചോനെ. ഇതിൻ്റെ മൂടി ഇങ്ങോട്ട് വേടാ. സാധനം കിട്ടിയിട്ടുണ്ട്. ഷെയ്ക്ക് വെല്ലോണം ചെയ്തേക്കാം. ഫോം തന്നെയാണ് സാധനം. അപ്പോൾ 5 to 10 minutes വരെ വെയിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. നമുക്ക് ഇതിലും 5 അടിച്ചിടാം. അതേപോലെ നമ്മളെ സ്വിഫ്റ്റിൻ്റെ ടയറിലും 1 അടിച്ചിടാം. നമ്മളങ്ങനെ സ്വിഫ്റ്റിൻ്റെ ടയറിലും അടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 minute കഴിഞ്ഞിട്ട് തുടക്കാം. ഓക്കെ, നമ്മളൊരു 5 minute വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുടച്ച് വൃത്തിയാക്കണം. അതിന് നമ്മളാണ് ഈ സ്പോഞ്ച് ഉപയോഗിച്ചത്. ഇതിങ്ങനെ തന്നെ തുടച്ചെടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ഇതിൽ വന്നിട്ടുള്ള പുകയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്താൽ മതി. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. ഇതാ അടിപൊളി, നല്ല തിളക്കി വെച്ച പോലെ ഉണ്ട്. പക്ഷേ ഇത് എത്ര ദിവസം നിൽക്കും എന്നോട് ചോദിക്കരുത്. വിസ്റ്റൻ്റെ ആക്ച്വലി എല്ലാം നല്ല സാധനം തന്നെയാണ്. വിസ്റ്റൻ്റെ ഇന്ത്യയുടെ ഡാഷ്ബോർഡ് ക്ലീനിങ് ഒക്കെ സാധനം വരുന്നുണ്ട്. അതൊക്കെ അടിപൊളി സാധനം തന്നെയാണ്. അത് വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഇതും നല്ല സാധനം തന്നെ ആയിരിക്കും. ഞാൻ അടുത്ത വീഡിയോകളിൽ പറയാം ഇത് എത്ര ദിവസം നിൽക്കും എന്ന്. ഓക്കെ. എന്നെക്കാട്ടി കാണാൻ രസം ഈ വണ്ടിക്ക് അടിച്ചതിന് ശേഷമാണ്. പുതിയ ടയർ വേണ്ടാന്ന് തോന്നുന്നു. നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൽ കുറച്ചും കൂടി രസത്തിലാണ് ഉള്ളത്. കറുത്ത അലോയും ഇതെല്ലാം ആയതുകൊണ്ട് ഇത് വേണ്ട, ഞാൻ തൊടുന്നില്ല. ഇത്രയും പുക വന്നിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന്, കച്ചറൊക്കെ. പക്ഷെ അടിപൊളിയായിട്ട് ഇതിന് നല്ല രസമുണ്ട് സാധനം കാണാൻ വേണ്ടിയിട്ട്. മറ്റേ വണ്ടി പോലല്ല, ഇത് കുറച്ചും കൂടി അപ്പോളോൻ്റെ എയ്ത്തൊക്കെ ഇങ്ങനെ ഒരു ഗ്ലോസി ലുക്കിൽ തന്നെ എടുത്ത് നിൽക്കുന്നുണ്ട്. ഇതിൽ അടിപൊളിയാണ്. അപ്പോൾ കാശ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് വീട്ടിലിരുന്നിട്ട് ടയർ മിനുക്കി എടുക്കാം. വളരെ സിമ്പിളായിട്ട്. നിങ്ങൾക്ക് ഇപ്പോൾ എവിടെയെങ്കിലും ഷോക്കോ അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ വണ്ടി ഒന്ന് മിനുക്കി കൊണ്ടുപോകണമെങ്കിൽ ഇതൊന്ന് വാങ്ങി അടിച്ചാൽ മതി. ഇതിൻ്റെ വില ഒരു 130 റുപ്യാണ്. 130 റുപ്യ എന്ന് പറഞ്ഞാൽ 2 റൗണ്ട് വണ്ടിക്ക് അടിക്കാം. എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് അടിക്കണമെങ്കിൽ 4 ടയറിന് അടിക്കാൻ 65 റുപ്യ ചിലവ് വരും. ഇത് അടിക്കണമെങ്കിൽ ഈ സാധനങ്ങൾക്ക് ആക്സസറീസ് കടയിലോ അല്ലെങ്കിൽ അടുത്തുള്ള ചെറിയ ചെറിയ കടകളിലൊക്കെ കിട്ടും. എവിടെയും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അതിലുണ്ട്, വിളിച്ചാൽ മതി, നമുക്ക് കൊറിയർ ചെയ്ത് തരാം. അപ്പോൾ 130 ഒരു 40 റുപ്യ 50 റുപ്യ കൊറിയർ ചാർജും കൂടി വരും. അതുകൊണ്ടാണ് നിങ്ങൾ അടുത്തുള്ള കടയിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കുക, സാധനം കിട്ടും. ഇതിൻ്റെ വലുതും വരുന്നുണ്ട്. വലുത് എത്ര 500 റുപ്യ ആറ്റോന്ന്. വലുത് ഇത്ര വലിയ കുറ്റി, അതെത്ര 500 ml ആറ്റോന്ന്. അത് കുറച്ച് റേറ്റ് കൂടി ആയിട്ടൊന്നും, പക്ഷേ വലുതാണ്. അത് സ്ഥിരം യൂസ് ചെയ്യുന്നതൊക്കെ അത് വേണമെങ്കിൽ വാങ്ങിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ വേറൊന്നും ഇതിനെപ്പറ്റി പറയാനില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.